വൈകുന്നേരം വേറെ ഉണ്ട്. ഇവിടെ കച്ചവടം പൊളിഞ്ഞ് അവിടെ ഭയങ്കര കച്ചവടം. ഹലോ, ഗുഡ് മോർണിംഗ്. നേരം പരപരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇന്നലെ സ്റ്റേ ചെയ്ത വീടാണ്, അടുത്ത് തന്നെ. രാവിലെ നേരത്തെ എണീച്ച് തോന ആളുള്ളതുകൊണ്ട് വിളിച്ച് മാറ്റി റെഡിയായി. എന്താ പരിപാടി? പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. ഇന്ന് നിക്കാഹ്. ഞാൻ ഇവിടുന്ന് ചിക്കമംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഒരു 2-2.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിക്കാഹിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ അല്ലേ? ഇത് നമ്മളെ പുതിയ ചക്ക റഫീഖ്. اللهم إنك تعلم ما في ضمائرنا وأنت عليم بالتفسير والبيان. آمين. واقضها ويسرها واشفها يا رب العالمين. اللهم يسر لنا أمورنا ما ضاع. അപ്പം പുതിയാപ്പിള ഇറങ്ങൊരു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. പുതിയാപ്പിള ഇറങ്ങി ഇനി വേഗം പോയിട്ട് ബസ്സിൽ സീറ്റ് കണ്ടെത്തണം. സീറ്റ് നല്ല സൈഡ് സീറ്റ് തന്നെ കിട്ടണം, അപ്പോഴേ ശരിയാവുള്ളൂ. അങ്ങനെ കൊപ്പത്തുനിന്ന് ചിക്കമംഗ്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങി. പോകുന്ന വഴി നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടങ്ങനെ പോകാം. കർണാടകയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചിക്കമംഗ്ലൂർ. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാഴ്ചയ്ക്ക് വസന്തമൊരുക്കുന്നതോടൊപ്പം മനസ്സിന് കുളിർമയും നൽകുന്നുണ്ട്. വ്യത്യസ്തമായ ഭൂപ്രകൃതി കൂടിയാണ് ചിക്കമംഗ്ലൂരിനെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. താഴ്ന്ന നിരപ്പായ പ്രദേശങ്ങൾ മുതൽ മലനാടിൻ്റെ ഭാഗമായുള്ള കുന്നിൻപുറങ്ങളും പർവ്വത പ്രദേശങ്ങളും നിറഞ്ഞതാണ് ചിക്കമംഗ്ലൂർ കാഴ്ചകൾ. സാഹസിക യാത്രക്കും തീർത്ഥാടനത്തിനും വന്യജീവി സങ്കേതങ്ങൾക്കും കാപ്പിത്തോട്ടത്തിനും പേര് കേട്ടതാണ് ഈ സഞ്ചാരികളുടെ സ്വർഗമെന്ന് വിളിക്കുന്ന ചിക്കമംഗ്ലൂർ. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൃഷി തുടങ്ങിയ സ്ഥലം എന്നൊരു പ്രത്യേകത കൂടി ഇവിടത്തേക്കുണ്ട്. ക്ഷേത്ര നഗരങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഇവിടെ സുലഭമായി കാണാം. നമുക്ക് പോകുന്ന വഴിക്കെല്ലാം നോക്കാം വല്ലതും കാണാൻ പറ്റുമെന്നുള്ളത്. എങ്ങനെ ഇവിടെ എത്തിച്ചേരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 250 കിലോമീറ്ററും, ഹുബ്ലിയിൽ നിന്ന് വരികയാണെങ്കിൽ 306 കിലോമീറ്റർ, മംഗലാപുരത്ത് നിന്ന് 180 കിലോമീറ്റർ, ഇത്രയൊക്കെ ദൂരമുള്ളൂ. പിന്നെ കർണാടക RTCയുടെ ബസ് തന്നെ വേണ്ട മാതിരി ഉണ്ടാവും, സർവീസ് നടത്തുന്നുണ്ട്. മുല്ലയ്യനഗിരി, ദത്തഗിരി എന്നു പേരുള്ള 2 കൂറ്റൻ കൊടുമുടികൾ ഇവിടെ ഉണ്ട്. കർണാടകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ന് പറഞ്ഞത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 1930 മീറ്റർ ഉയരമാണ് നിൽക്കുന്നത്. വല്ലതും കാണാൻ പറ്റുമോ നോക്കാം പോകുന്ന വഴിക്ക്. ഇതിൽ വേറൊരു രസമുള്ളൊരു സംഗതിയും പാടുണ്ട്. ഈ ശരിക്കും ചിക്കമംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് വരാനുള്ള കാരണം, പണ്ട് സക്രപർണയിലെ രാജാവായിരുന്ന രുക്മംഗള അദ്ദേഹത്തിൻ്റെ ഇളയ മകൾക്ക് സ്ത്രീധനമായി നൽകിയ സ്ഥലമാണ് ചിക്കമംഗ്ലൂർ. ചിക്കമംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ഇളയ മകളുടെ സ്ഥലം എന്നാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്കും ഇത്തരത്തിൽ സ്ഥലം നൽകിയിട്ടുണ്ട്. മൂത്ത മകളുടെ സ്ഥലം അഥവാ ഹിരമംഗ്ലൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പേരൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ വിചാരിച്ച മാതിരി പേര് നാവിൽ കൊണ്ട് വരില്ല, കിട്ടില്ല. സോറി ഗേൾസ്, മൈ മാം ഈസ് വെരി സ്ട്രിക്റ്റ്. ഇവരെ എഴുതി വെച്ച് കണ്ടോ
യാത്രയൊക്കെ ഫുൾ എൻജോയ് ആയിരുന്നു. എല്ലാവരും ഫുൾ ഹാപ്പിയാണ്. അവസാനം കളിച്ച് ക്ഷീണിച്ചു നന്നായിട്ട് എല്ലാം ഭർത്താവായിട്ട് ചിക്കമംഗ്ലൂർ. അപ്പോൾ നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ചിക്കമംഗ്ലൂർ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ട്. ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കല്യാണത്തിൻ്റെ ചുരുക്കലിലായിരിക്കും മിക്കവാറും. നോക്കാം, പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഏകദേശം ഇവിടെ ഒരു കല്യാണ മണ്ഡപം, ഒരാൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളമാർക്ക് തന്നെ ഒരു ഹാളാണ്. എന്തായാലും ആദ്യം കല്യാണം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇത് ബാക്കി നമുക്ക് സമയം പോലെ ചെയ്യാം, ശ്രമിക്കാം. الشكر علينا مدى لله أشرق البدر علينا فاختفت من ദഫ്മുട്ടി പാട്ടുപാടി വരനെയും വരൻ്റെ വീട്ടുകാരെയും വധുവിൻ്റെ വീട്ടുകാർ വരവേറ്റതാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. ഇനി നിക്കാഹ് എന്ന മഹത്തായ ചടങ്ങിലേക്ക്.
സത്യം തന്നെ വൈകുന്നേരം വേറെ ഉണ്ട് നമുക്ക് തന്നെ പുതിയാപ്പിളിന്റെ ചെക്കന്മാർക്കല്ലേ നമ്മൾ ഇവരെ കച്ചവടം പൊളിഞ്ഞ് അവിടെ ഭയങ്കര കച്ചവടം. അടുത്തതായിട്ട് നമുക്ക് വധുവിനെ സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുവരലാണ്. ആ ചടങ്ങുമ്പാടെ കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ പരിപാടി ഏകദേശം അവിടെ കഴിയും. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാർക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ അടിപൊളി ഭക്ഷണം കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. വധൂവരന്മാരെല്ലാം വീട്ടിലെത്തി, കൂടെ ഞങ്ങളും. ഇനി വധൂവരന്മാരെ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ചടങ്ങും പാടുണ്ട്. പാട്ടൊന്നുമില്ല, ഒരുമിച്ച് കയറി വലത്തെ കാലിച്ച് കയറി, വലത്തെ കാലിച്ച് കയറി. കൈ പിടി. വേറെ ചോദിച്ചേ ചെറിയൊരു ഗ്രൗണ്ട് നാട്ടുപ്രദേശത്തുള്ളവർ കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ചിക്കമംഗളൂരിൽ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊപ്പത്ത് തന്നെ എത്തിയപ്പോഴേ കൊപ്പത്തൂടെ അടുത്തൊരു ചായത്തോട്ടമുണ്ട്. ചായത്തോട്ടം എന്ന് പറഞ്ഞാൽ മറ്റേ തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം. ഒരുപാട് ദൂരം പോകാണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഒന്ന് എല്ലാവരും ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങി നടക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നോക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ മഴ പൊടിഞ്ഞു കേട്ടോ. മഴ പൊടിഞ്ഞപ്പം അത് അവിടെ കാണുന്ന ഒരു കടയിൽ കയറി നിൽക്കുകയാണ്. ടീ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി
അതൊക്കെയാണ് വലിയ വലിയായിട്ട് പോയാലും കൊറേ ആൾക്കാർ മക്കളും കുട്ടികളെ കണ്ട അവിടെ എത്തിപ്പോയാടാ. ഞങ്ങള് നടന്നിട്ട് എത്തുന്നില്ല ഓരോ സ്ഥലം. മെല്ലെ നടന്നാ മതി. യാത്ര പോകുന്നതിലൊക്കെ നടന്ന് കുഴങ്ങി സൈഡായി. ഇപ്പൊ ചായത്തോട്ടും വേണ്ട തേയിലത്തോട്ടും വേണ്ട, റിട്ടേൺ പോവുകയാണ്. ഇതാ പാട്ടും വെയ്ത്തൊക്കെ ഏറ്റുവരള്. അങ്ങോട്ടുള്ള ബസ്സൊന്നുമില്ല. ഇനിയിപ്പോ ബസ്സാണ് അന്വേഷിക്കണേ. ആദ്യം തോട്ടത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങിയത്. അപ്പൊ ബസ് അന്വേഷിക്കണ്ടേ? രണ്ടിനങ്ങളാണ് കൃഷി ചെയ്യപ്പെടുന്നത് കാഫിൻ്റെ. ഒന്ന് കാപ്പി അറബിക്ക എന്ന അറബിക്ക കാപ്പിയും കോഫി കനഫോറ എന്ന റോബസ്റ്റ കാപ്പിയും. ലോകോൽപാദനത്തിൽ 75-80% വരെയും അറബിക്കയാണ്. റോബസ്റ്റയിൽ നിന്ന് അത്ര രുചിയല്ലാത്ത ഒരു ആൽക്കഹോളിക് പാനീയം. നേരെ താഴേക്ക് വളരുന്ന ഒരു തായ്വേരും പിന്നെ മണ്ണിൻ്റെ മുകളിൽ തന്നെ പരന്ന് പന്തലിക്കുന്ന കുറേ പാർശ്വവേരുകളാണ് കാപ്പിക്കുള്ളത്. ഇത് ശരിക്ക് വെട്ടി ഒതുക്കിയിട്ടില്ലെങ്കിൽ 5 മീറ്റർ വരെ വളരും. ബാബ ബുദ്ധാൻ എന്ന യമൻ സഞ്ചാരിയാണ് 1670-ൽ കാപ്പി ചെടികൾ കൊണ്ടുവന്നതെന്ന് കരുതുന്നു. കർണാടകയിലെ ചിക്കമംഗ്ലൂരിലാണ് അന്ന് കാപ്പി ചെടികൾ നട്ടു വളർത്തിയത്. കാപ്പി ഉൽപ്പാദനത്തിൽ ബ്രസീലാണ് മുന്നിൽ. ഇന്ത്യക്ക് 6ാം സ്ഥാനമാണ്. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി. 2ാം സ്ഥാനം നമ്മൾ കേരളത്തിനും തമിഴ്നാടിനാണ്. ലോകത്ത് ഒരു ദിവസം ജനങ്ങൾ 300 കോടി കപ്പ് കാപ്പി കുടിക്കുന്നു എന്നാണ് കണക്ക്. കഫീൻ പരിമിതമായ അളവിൽ കഴിച്ചാൽ മാത്രമേ ഉന്മേഷം ലഭിക്കുകയുള്ളൂ. കൂടിയാൽ പ്രശ്നമാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു, സപ്പോർട്ട് മീ.